നിങ്ങൾ പോകുന്നത് അപകടത്തിലേക്കാണ്. പോവരുത് മക്കളെ. ഹലോ ഗായ്സ്, ഇസ്മി അബൂ സുഫിയാൻ. എല്ലാ കൂട്ടരും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനും ശ്രീത്തും കൂടി ഇന്ന് നേരെ പോകുന്നത് നമ്മൾ പണ്ട് പറഞ്ഞിടത്തേക്കാണ്. എവിടെയാണ് നമ്മൾ പോകുന്നത്? ഓക്കെ, ഇവിടക്കത്ത് പറയണമാണ്. അപ്പൊ നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്നതെന്ന് വെച്ചാൽ വാമനാരം പാലമാണ്. വാമനാരം പാലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സിനിമയിലൊക്കെ കേട്ടാണ്, പക്ഷെ ശരിയാണുള്ള ആ വാമനാരല്ല ഇത്. ഈ വാമനാരം ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ബ്രിട്ടീഷുകാരെ കെട്ടിയ പാലമാണ്. അപ്പുറത്ത് നമ്മുടെ ഗവൺമെന്റ്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഈ പാലത്തിന്റെ അടിയിൽ കൂടി തട്ടി വെള്ളം ഒഴുകിയിട്ടുണ്ട്. ആ സമയത്ത് ഈ പാലം ബ്രിട്ടീഷുകാര് പാലം കുലുങ്ങിയിട്ടില്ല, എന്നാ അപ്പുറത്തെ പാലം കുലുങ്ങിയിട്ടുണ്ട്. എന്നാ ഇപ്പൊ ഇത് വർക്കിംഗ് അല്ല, എന്നാ മറ്റേ പാലമാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. എന്നാലും നമ്മൾ വ്ലോഗ് എടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇവിടെ ഇറങ്ങിക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം ഗൈസ്. ഓക്കെ, അതായി സംഭവം കാണുന്നത് നമ്മുടെ നാട്ടിലൊക്കെ അപൂർവമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ കാണുന്നത്. തന്നെ ഇപ്പോഴേ മിക്കുള്ളിടത്തും വയലുകളുണ്ടെങ്കിലും കൃഷിയൊന്നും ചെയ്യാതെ ഇതുപോലെ തരിശാക്കിയിടുകയാണ്. എന്നാലും ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പോഴങ്ങണ്ട കൊയ്ത്ത് കഴിഞ്ഞേ ഉള്ളൂ. അതിനുശേഷമുള്ള ബാക്കിയുള്ള വിത്തുകൾ വീണ് പൊടിച്ച് കിടക്കുകയാണ് ഇപ്പൊ കാണുന്നത്. ഇനി അടുത്ത സീസണിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഇവിടുത്തെ നാട്ടുകാർ. ഇവിടെ തൊട്ടടുത്ത അമ്പലങ്ങളൊക്കെ ഉണ്ട്. കാര്യം ഇത് കണ്ടപ്പോ നമുക്കൊരു ഒരു സന്തോഷമൊക്കെ ഉണ്ട്. നമ്മളിനി ഒരു 8 കിലോമീറ്ററും കൂടി അടുത്താണ് കുടത്തട്ട് പാറ എത്താനുള്ളത്. ഇപ്പൊ ഏതൊക്കെയോ വഴി കൂടി കയറിയൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു ഫോറസ്റ്റ് ഏരിയയിലോട്ടൊക്കെയാണ് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് ബാക്കി ജേണി തുടങ്ങിയിട്ട് കാണാം. ലെറ്റ്സ് ഗോ ഗായ്സ്. അങ്ങനെ നമ്മൾ ഈ വഴി വന്നു. ഈ സ്ഥലം എന്ന് വെച്ചാൽ വിഷയം മാപ്പ് കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ നമ്മളിവിടെ എത്തിയിട്ട് ഇനി 1 കിലോമീറ്ററും കൂടെ ഉള്ളൂ. ഇല്ല, ആ കാണുന്നതാണ് കുടത്തട്ട് പാറ എന്നാണ് നമ്മുടെ ഒരു ജിയോഗ്രഫി സ്റ്റഡി ചെയ്യാന്റെ വിശ്വാസം. ഇനിയിപ്പം ഇതിന്റെ കുറെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഇവിടെ കുറെ മരുന്നും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. നമുക്ക് അതിന്റെ മണ്ടയിലും ആ സ്ഥലമൊക്കെ എത്തിയിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ അതുകൊണ്ടല്ല നമ്മളിപ്പോ ഇവിടെ നിർത്തിയാൽ ഈ സ്ഥലം ഒന്ന് കാണാനാണ്. ഒരു കുഴിയണൊക്കെ കൊണ്ട് കാണാൻ നല്ല മനോഹരമായിട്ടുണ്ട്. അത്ര മാത്രത്തിൽ കാണാൻ കൊള്ളാം. മരം മുറിച്ചാണ് നമ്മൾ കുഴി ഉണ്ട്. JCB ആയിരിക്കും അറിയാം. അപ്പൊ നമുക്ക് അങ്ങോട്ട് എത്തിയിട്ട് ബാക്കി കാണാം ഗൈസ്. നമ്മളപ്പം കുടക്കത്ത് പാറ എത്തി. കേരളവന കാര്യങ്ങളൊക്കെയാണ്. അവിടെ അടച്ചേക്കുന്ന പൂവാക്കോന്ന് അറിയത്തില്ല. ഇവിടത്തുള്ള ചോദിച്ചു. ഇവിടെ എന്താണ് അടച്ചേക്കണെന്ന് അറിയത്തില്ല. ഇന്ന് പൂവാക്കോ ഇല്ലേന്ന് അറിയില്ല. ഇന്ന് പോവാൻ പറ്റിയില്ലെങ്കിൽ ഗൈസ് പെട്ടു. നമ്മളിവിടെ കാര്യങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ ഗൈസ്. അപ്പൊ നമ്മള് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടുത്തെ മരങ്ങളെയും കാര്യങ്ങളെയും ഔഷധ ചെടികളും മൃഗങ്ങളൊക്കെ ഉള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. തന്നെ ഇവിടത്തുള്ള തന്നെയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. ടിക്കറ്റ് എടുത്തോണ്ടിരിക്കുന്നേ ഉള്ളൂ. എത്രയാണ്? 55 രൂപ. ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. പെർ ഹെഡ് 20. പിന്നെ ഈ 15 ഓക്കെ. 2 വീലറിന് 15. അപ്പൊ 4 വീലർ ആണെങ്കിൽ ചിലപ്പോൾ എമൗണ്ട് കൂടാം. ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഈ വരുന്ന വഴിയിൽ ഏകദേശം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ഇനി അകത്തോട്ട് എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം ഗൈസ്. അപ്പം ഗേറ്റ് തുറക്കാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ വെയിറ്റ് ചെയ്തപ്പോ കുറച്ച് നേരമായി. എല്ലാരും കൂടിയാണ് ഇപ്പൊ അങ്ങോട്ട് പോകുന്നത്. ഗേറ്റ് ഇവിടെ ആദ്യം ഓപ്പൺ ആയിരുന്നു. അപ്പം ഇവരറിയാതെ 5-6 പേരാത്തോട്ട് പൊക്കളഞ്ഞു എന്ന് പറയുന്നു. അതെന്താണെന്ന് അറിയത്തില്ല. തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്കും അവരെ പിടിക്കുമായിരിക്കും. എന്തോ അത് നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല. അപ്പം ഒരു വനത്തിന്റെ അകത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് അപ്പൊ അംഗീകരിച്ചിട്ടുണ്ട്. ഫുൾ ഓഫ് റോഡ് ആണ് ഗൈസ്. ഓഫ് റോഡ് മാൻ. അതിനകത്തോട്ട് കയറിയപ്പോൾ ഫുള്ള് ഓഫ് റോഡ്. ഒരു രക്ഷയില്ല. നമ്മൾ എങ്ങനെയൊക്കെയാണ് ഈ വണ്ടി പൊക്കിയൊക്കെ കയറ്റിയത്. ഈ പോണ കണക്കത്തെ ബാധയൊന്നുമില്ല. ഇടയ്ക്കിടയിൽ മൊത്തം കല്ലും കട്ടറും കണക്കൊക്കെയാണ്. നമ്മളെ റോസ്മല പോകുന്ന കണക്കൊക്കെ ഏകദേശമായിട്ട് തോന്നും. ഞാൻ പോയിട്ടില്ല, പക്ഷെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. എന്റെ കൂട്ടുകാർ കുറച്ചുപേര് പോയിട്ടുണ്ട്. വേരൊക്കെ ഇങ്ങനെ വേര് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വരുമ്പോ ഇത്തിരി പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണെങ്കിൽ നമ്മൾ അറിയത്തില്ല കയറി പോകുന്നത്. കുറച്ചും കൂടി ഇത് മതി. പക്ഷെ ഒരു സിംഗിൾ ആണെങ്കിൽ ഒരു സുഖമായിട്ട് പോവാം.
രണ്ടുപേരുണ്ടെങ്കിൽ ഇത്തിരി വണ്ടിക്ക് ഒരു ഇതായിട്ട് നമുക്ക് തോന്നുന്നു. നമ്മുടെ ഇത് വെച്ചാണ് അമ്മനാണ് പോയത്. ആ ട്രിപ്പിള് കയറി. അതും ട്രിപ്പിള്. നിങ്ങൾ ആ വീഡിയോ കണ്ടിരുന്നെങ്കിൽ കണ്ടു നോക്കാൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഞാനും കൂട്ടുകാരൻ ഒരു 3 പേരായിട്ട്, ഞാനും ഉണ്ണി പിന്നെ മുഹമ്മദ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുമായിട്ട് ചടങ്ങത്തുള്ളതാണ് നമ്മൾ 3 പേരായിട്ട് പോയത്. പക്ഷെ ഇത്രയും ഓഫ് റോഡ് അല്ലായിരുന്നു. പക്ഷെ റോഡായിരുന്നെങ്കിൽ റോഡായിരുന്നെങ്കിൽ നല്ല നല്ല കയറ്റവും ഹെയർപിന്നും നല്ല തണുപ്പൊക്കെ ഉള്ള ഏരിയ. പിന്നെ ഈ കാട്ടിൽ പോണ വഴിക്ക് എന്തെങ്കിലും മൃഗങ്ങളൊക്കെ കാണാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ കുറച്ച് ഇതൊക്കെ ഇട്ടിരുന്നു. കുരങ്ങ് പ്ലാസ്റ്റിക് നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് ആയിട്ടൊന്നും ഇല്ല. ഫുഡ് വരെ നമ്മുടെ എടുത്തില്ല. തുടക്കത്ത് വേറെ കാവ്, ഇവിടെ ഒരു കാവുണ്ട് കേട്ടോ. കാവുണ്ട്. കമ്മ്യൂണിറ്റി ആവണമെന്ന് ഞാൻ ചുമ്മാ ട്രോളി വേണം, അങ്ങനെയൊന്നുമില്ല. ആൻഡ്രോയിഡ് സിസ്റ്റം അങ്ങനെ നമ്മള് കുടത്തിന്റെ പാറ എത്തി. കുടുക്കത്തെ പാറ വരുന്ന ആരും മേളിലോട്ട് നമുക്ക് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം. സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വിളിച്ചാലോ നാളത്തെ വണ്ടിക്ക് വന്നോളാമെന്ന് കള്ളം പറഞ്ഞ് നമ്മമെല്ലേ നരകത്തിൽ കൊണ്ടുപോവാൻ വന്നെത്തും സത്താനെ നഗരം മുഴുക്കെയൊന്ന് ചുറ്റിക്കാട്ടും. പോരണ്ട നീ എന്നോതി പുള്ളി പോകും. നമ്മളിപ്പോ നിൽക്കുന്നത് കുടക്കത്തെ പാറ. കുടക്കത്ത് പാറ. കുടക്കത്ത് പാറ. കുടുക്കത്ത് പാറ. കുടക്കത്ത് പാറ. കുടുക്കത്ത് പാറയാണ്. കുടുക്കത്ത്. ഓ മൈ ഗോഡ്, ഈ വീട് എന്തൊക്കെ ആയിട്ട് മിണ്ടരുത്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് കുടുക്കത്ത് പാറയിലാണ്, എൻട്രൻസിലാണ്. കുടുക്കത്ത് പാറ എൻട്രൻസിലാണ്. കുടുക്കത്ത് പാറ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലിലെ അലയവൺ പഞ്ചായത്തില് ആലക്കുളം വനമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. പിന്നെ കുടുക്കത്ത് പാറ എൻട്രൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞത്. ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഓൺലൈനിൽ നോക്കിയാൽ മതി. ഇനി പറഞ്ഞുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് 100 സ്റ്റെപ്പ് മേലോട്ട് കയറണം. 100 സ്റ്റെപ്പ് ഒന്നുമില്ല, 360 പടിയാണ്. അല്ല 100 സ്റ്റെപ്പ് മേലോട്ട് കയറുമ്പോൾ സാഹിബിന്റെ ഗുഹ. മറ്റേ മാമൻ പറഞ്ഞു. അതെ, സാഹിബിന്റെ ഗുഹയുണ്ട് 100. അത് കഴിഞ്ഞിട്ട് 300 അടി മേലോട്ട് സ്റ്റെപ്പ് അടിച്ച് പടി. പോണ വഴിക്ക് പാറയുടെ ഇടയൊക്കെ ഇങ്ങനെ ഇടിച്ചിടിച്ചൊക്കെ പോകണം. ഡാർക്ക് സീനൊക്കെയാണ്. പിന്നെ പറഞ്ഞു തരാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ പിന്നെ മണ്ടേന്ന 3-4 ജില്ല നമുക്ക് കാണാം. അതാണ് ചടയമംഗലം പാറയില്ല, ജടായമംഗലം പാറ ആരെയില്ല, മണ്ടേന്ന് നമുക്ക് കാണാം. 3 പാറകൾ ചേർന്ന് നിൽക്കുന്നതാണ് ഈ ഒരു പാറ. അങ്ങനെയല്ല, അല്ലേ 3 പാറ. 2 പാറയുടെ മണ്ടയിൽ ഇങ്ങനെ കൊട പോലെ ഇങ്ങനെ, അതാണ് കുടുക്കത്ത് എന്ന് പറയുന്നത്. അതാണ് സംഭവം. ഇനിയിപ്പോ നമ്മള് ടോപ്പിലോട്ടൊക്കെ കയറി പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കാണണമെന്നില്ല കാര്യം, ഏടി വെച്ച് കയറണം. അതാണ് സംഭവം വെച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് വെള്ളോട്ട് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിശദമായി അടപ്പാണ്. നമുക്ക് പറ്റിയ അമൽത്തരം എന്ന് വെച്ചാൽ വെള്ളം എടുക്കാൻ വിട്ടുപോയി. വെള്ളം എടുത്തില്ല. പിന്നെ വന്ന് ഓഫ് റോഡാണ് കാര്യം, അത് നിങ്ങൾ മറക്കരുത്. ഓഫ് റോഡ് എന്ന് വെച്ചാൽ ഭയങ്കര ഡേഞ്ചർ സാധനമാണ്. അത്ര വലിയൊന്നും ഇല്ലെങ്കിലും വീടാ മുറിഞ്ഞു മാറി ആ രീതിക്കുള്ള ഉണ്ട് അവിടെ. എങ്ങനെയുണ്ട് ഇനിയിപ്പം മഴയത്താണെങ്കിൽ ഭയങ്കര പാടായിരിക്കും. മഴയത്താണ് നമ്മൾ പറയാനുള്ള ശരി സംഭവം. പക്ഷെ മഴയത്ത് നമ്മളെ ഈ റോഡ് ഭയങ്കര പ്രശ്നമായിരിക്കും. പക്ഷെ ആ റോഡ് നല്ല രസമാണ്. ഓഫ് റോഡ് ആണെങ്കിൽ ഫോറസ്റ്റിന്റെ അകത്തോട് നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. ഒരു കാവൊക്കെ ഇവിടെ കാണാം. ഞാൻ വിട്ടിട്ടുണ്ട്, ഞാൻ കാണാം. പിന്നെ ഈ പോണ വഴിയുടെ ഇടയ്ക്ക് കാവുണ്ടെന്ന് പറഞ്ഞിട്ട് കാവുണ്ടെന്നും പിന്നെ സൈഡിലൊക്കെ നല്ല ആരോഗ്യ പറ്റാന്നൊരു ഔഷധമുണ്ട് ഇവിടെ മൊത്തം. എന്തായാലും ഒരു വലിയ വനമാണ്. എന്തൊക്കെ കാണുമെന്ന് ആർക്കും അറിവിടെ. വലിയ സ്റ്റാർസിനൊക്കെ കാണും. നമ്മൾ അകത്തോട്ട് പോയിട്ട് കാണുമോ ഡൈനോസർ കാണും പറയുന്നതായി. അപ്പൊ അങ്ങോട്ട് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഗൈസ്. മൗഗ്ലി ഗൈസ്, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ട്. ഊഞ്ഞാവാ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇരിക്കാൻ വേണ്ടിയൊക്കെ ഓരോ വളവിലും ഉണ്ട് ഗൈസ്. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മള് പോകുന്ന മേലോട്ട് കയറും തോറും നമുക്ക് കുടിക്കാനുള്ള വെള്ളത്തിൽ അതും പിന്നെ ദാഹങ്ങളൊക്കെ ഉണ്ടാവും. കാര്യം എന്തിനാണ് പ്രഷർ, അതാണ് കാര്യം. ഇപ്പഴാ തുടങ്ങി ഗൈസ്, തുടങ്ങി. അയ്യോ, ആകെ കുറച്ച് കാര്യമുള്ളൂ. ഒരു 50 സ്റ്റെപ്പ് 50 ഇത്ര കയറി തുടങ്ങി. 300 അടി മേലോട്ട് കയറുമ്പോഴത്തേക്കും മൊത്തം ഈ പാറയുടെ ഹൈറ്റ് വരുന്നത് 1000 ആണ് പറഞ്ഞിരിക്കുന്നത്. അതെ, മരം വീണു. അയ്യോ,
ഗൈസ് ഇതാണ് മെയിൻ ഒരു പോർഷൻ നമ്മുടെ ഈ എവിടത്തെ പറ ജഡായി പറയാൻ നമ്മളെ തിരിച്ചറിയുന്ന ഫാമിലി ആ ഇവിടെ റോപ്പ് ഇവിടെ അല്ല അവിടെ ഇവിടെ അകത്തോട്ടായിട്ട് റോപ്പ് വേ കൊണ്ടുവരാൻ പോകുന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് അറിയത്തില്ല. ഗൈസ് തന്നു ഗൈസ്. ഗൈസ് നമ്മൾ ടോപ്പിലെത്തി. സാഹിബിന്റെ ഗുഹ ആണെന്നാണ് തോന്നുന്നത്. ഇന്നുകൊണ്ട് പാറയുടെ ഇടയിൽ കൂടിയാണ് അതിന്റെ സ്റ്റോറി എന്താ ശ്രീത്ത് പറഞ്ഞത്. ഇത് രണ്ടാം ലോകമായിരുന്നു. ആ ഏതോ ഒരു മഹായുദ്ധ കാലത്ത് ഒരു സായിപ്പ് ഇവിടെ വന്ന് ഒളിച്ച് താമസിച്ചെങ്കിൽ ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയ ഒരു കഥ. എന്റെ ഇവിടെ ഗുഹ പോലത്തെ ഒരു ഗുഹ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മളെ കറക്റ്റ് കണ്ടില്ല. നമ്മള് കണ്ടില്ല. നമ്മള് കയറി വന്നതിന്റെ അവിടെ ഒരു പെയിന്റ് പോയി ഇളവി തെളിഞ്ഞ ഒരു അതിലിങ്ങനെ ഗുഹ എന്ന് കണ്ട് സായെന്നും കണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു സായിപ്പ് ഗുഹ സായിപ്പിന്റെ ഗുഹ എഴുതി വെച്ചെന്ന് തോന്നുന്നു. പക്ഷെ ഇതായിട്ട് തോന്നുന്നു. രണ്ടാം ലോകമായത് സാഹിബ് ഒളിച്ച് താമസിച്ച സ്ഥലം. അതാണ് മെയിൻ പോയിന്റ്. നമുക്ക് അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വന്നത്. ഇനി അവിടെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കാം. അയ്യോ ജസ്റ്റ് നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടെ നടക്കാം. ജസ്റ്റ് പേടിയൊക്കെ ആവും. ചെറിയൊന്നും പറ്റുന്നില്ല. ഒരു പാറ വേലൊക്കെ ഇരിക്കുന്നുണ്ട്. കാണുന്ന ഒരു പാറയാണ്. പാറയുടെ അടിയിൽ കൂടി നമ്മള് നമുക്കെല്ലാവരും പാറ കണക്കിന് ഇവര് ഇവിടത്തെ ആൾക്കാരൊക്കെ ഫാൻസ് ഒക്കെ എഴുതിച്ച പാറയാണ്. ഉണ്ടോ നമ്മള് കേറി വരുന്നത് പാറയാണ്. സാധനം കാണുന്നത് ഈ കാണുന്ന പാറയാണ് വഴി തടസ്സം. തള്ളിയിടും ഞാൻ നിന്നെ. അതായത് നമ്മള് 300 അടികളെന്ന് പറഞ്ഞിട്ട് നമ്മള് കുറച്ചേ കയറിയിട്ടുള്ളൂ. അപ്പോഴും തന്നെ നമ്മള് ഡൗൺ. നമ്മൾ ടോപ്പ് ഡൗൺ. സൈഡൊക്കെ കയറി പോകണം. യെസ് കഴിച്ചിട്ടുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ്. നമ്മുടെ ഏതെങ്കിലും ടോപ്പ് എത്താറാണെന്ന് തോന്നുന്നത്. ഇപ്പൊ ടോപ്പ് എത്തിയിട്ടേ ഇനി കാണിക്കുന്നുള്ളൂ ഗൈസ്. ഇവിടെ എത്തിയിട്ട് കാണാം. ബ്ലൂ